അനശ്വരങ്ങൾ പറയാമോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു. എന്തായാലും പ്രേക്ഷകരോട് കണ്ടപ്പോൾ എന്ത് തോന്നി? ക്രൂവിൻ്റെ കൂടെ ഒക്കെയാണ് കണ്ടത്. അപ്പം ഇത്രയും പേരുടെ കൂടെ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഫിലിം കാണുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഹാപ്പി. എന്തായാലും ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഫ്ലാഷ് ബാക്കിലായിട്ട് വരുന്ന ഒരു കണ്ടല്ലോ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എനിക്ക് ഇഷ്ടമാണ്. എന്താ സ്പോയിലർ ആവും, ഇതാവട്ടല്ലോ, എല്ലാവരും കണ്ടിട്ട് പറയുന്നുണ്ട്. സർപ്രൈസ് എലമെന്റ്സ് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് കാണുക, എൻജോയ് ചെയ്യും. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയ ഒരു അവസരത്തിൽ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. ആൻഡ് എല്ലാവരും പോയി സിനിമ കാണുക, അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ സിനിമ കാണുന്നത്. ആൻഡ് ശരിക്കും ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളിയായിരുന്നു. ആൻഡ് ഞാൻ വെരി വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്, അപ്പം ഇപ്പോൾ പ്രൊമോഷൻസ് ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ച ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പം ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് അത് നമ്മൾ മനഃപൂർവ്വം മെയിൻറ്റെയിൻ ചെയ്ത് പോയതാണ്. വെരി വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഈ ഒരു സിനിമ ഇത്രയും നല്ല ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് വളരെ വളരെ ഹാപ്പിയാണ്. ഇനി ഇതുകൊണ്ട് നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും പോയി രേഖാചിത്രം കാണുക. ഇന്നു മുതൽ സിനിമ റിലീസായിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യും. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു കാണാൻ കണ്ടിട്ട്? പടം നല്ല അഭിപ്രായമാണ്. ഇവിടെ അഭിനയിച്ച പടമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഈ പറയുന്ന ഓഡിയൻസാണ്, കണ്ടിട്ട് അവർക്ക് എങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് പടം പറഞ്ഞു. എന്തായാലും ചെറിയൊരു ക്യാരക്ടറാണ്, ഭയങ്കര നോട്ടീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. പെർഫോം ചെയ്യാൻ കുറച്ച് ഉള്ളതുകൊണ്ട് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ പേരോട് ഏറ്റവും വലിയൊരു പടമാണ്. ഞാൻ ഇത്രയും വലിയ പടത്തിൽ അഭിനയിച്ചില്ല. ആസ്ട്രേലിയയുടെ പടത്തിൽ അത് വലിയ മെയിൻ സ്റ്റാറിലൂടെ അഭിനയിച്ചില്ല. സോ അങ്ങനെ ഒരു പരിപാടി വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ പടം എല്ലാവരും അക്സെപ്റ്റ് ചെയ്തതിലും ഭയങ്കര സന്തോഷം. ഹാപ്പിയാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഇതൊരു മസ്റ്റ് വാച്ച് പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. തിയേറ്ററിൽ പടം തന്നെയാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് പരിപാടികളുണ്ട്, ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് സ്പോയിലറായി പോകും. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. ഫാൻസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അതായത് ഈ രേഖാചിത്രം ഇറങ്ങിയതിന് ശേഷം ഈ രേഖാചിത്രത്തിന്റെ റോളിലൂടെ ഇനി അറിയപ്പെടാൻ അങ്ങനെ തോന്നിയാ കണ്ടിട്ട്? എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. അടിപൊളിയാണ് രേഖാചിത്രം. ഒരു രേഖാചിത്രം പോലെ തന്നെ പല സംശയങ്ങളുണ്ടായിരുന്നു എനിക്ക്. കാരണം പഴയ സുരേഷ് ഏട്ടൻ്റെ സിനിമ പോലെ FIR പോലത്തെ ഒരു സിനിമയാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ അങ്ങനെ ഒരു സിനിമയല്ല. ഒരു സിനിമയിൽ തന്നെ ഉണ്ടാകുന്ന കഥാപാത്രങ്ങളെ ഉണ്ടാകുന്ന ഒരു അനുഭവത്തെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് AL മമ്മൂക്കായെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വോയിസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ആസിഫ് അലി, അനശ്വര രാജൻ, ജഗദീഷ്, മനോജ് കെ, സിദ്ദീഖ്, നല്ലൊരു താരനിരയാണ്. കിട്ടിയ ഇന്ദ്രൻസ് കിട്ടിയവരെല്ലാം നല്ല മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പടം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും പടം തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. ആസിഫ് അലിയുടെ ഒരു വലിയ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുക. അദ്ദേഹത്തിൻ്റെ നല്ലൊരു സിനിമയാണ്, വന്ന് കാണുക. എനിക്കിഷ്ടം. അനശ്വര എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യനായിക എന്ന് പറയുന്നുണ്ട്. അനശ്വര എന്ന് പറയുന്നത് ഭാഗ്യനായിക എന്നല്ല, അനശ്വരയ്ക്കും ഓൾറെഡി ഒരു കഴിവും അതുപോലെ തന്നെ ഒരു മിക്സിങ് നടിയാണ് അനശ്വര. മലയാളത്തിൻ്റെ ഒരു നല്ലൊരു നടി എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ഉറപ്പാണ് അനശ്വരയ്ക്ക് ഭാവിയുണ്ട്, ഉറപ്പാണ്. നല്ലൊരു ഫ്രെയിമുണ്ട് അനശ്വരയ്ക്ക്, അതുപോലെ കഴിവുണ്ട്. ഭാഗ്യം മാത്രം കൊണ്ട് സിനിമയിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിവും കൂടെ വേണം. അത് അനശ്വരയ്ക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് പല സിനിമകളും തെളിയിച്ചാണ്. ഇനിയും വരാൻ പോകുന്ന സിനിമകളും അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കും. അനശ്വരയ്ക്ക് എന്തായാലും ഭാവിയുണ്ട്. ആസിഫ് അലി അടിപൊളിയാണ്. ആസിഫിൻ്റെ അടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ പ്രതീക്ഷിക്കാമോ? എനിക്ക് തോന്നുന്ന ബ്ലോക്ക് ബസ്റ്ററായിട്ടല്ല, ആസിഫ് അലി മലയാളത്തിൻ്റെ എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നടനായി മാറും 100%. കാരണം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ക്യാരക്ടറുകൾ അങ്ങനെയാണ്, ഒരു ഡിഫറെൻ്റാണ്, അതിശയിപ്പിക്കുന്നത്. വീണ്ടും നമ്മളെ പ്രേക്ഷകന് അതിശയമാണ് എപ്പോഴും വേണ്ടത്. നമ്മളൊരു നടനെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? അദ്ദേഹം ഒരു സിനിമയിൽ നിന്ന് വ്യത്യസ്തനാകുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തോട് താരാധന എല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ നല്ലൊരു സിനിമയായി മാറട്ടെ ഞാൻ ആശംസിക്കുന്നു.